നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലെ ടെക്സ്റ്റ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ 1 ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞുള്ളതാണ് എഴുതിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതാണ് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യം, നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത് 0/0 ഫോമിൽ അല്ലെങ്കിൽ ഇതിന് ആൻസർ ഇൻഫിനിറ്റി ആവോ, ലിമിറ്റ് ഇല്ലാതെ ആയി തീരുമോ, അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ 1 എന്ന് എക്സിൻ്റെ വാല്യൂ 1ലേക്കാണല്ലോ ടെൻഡ് ചെയ്യുന്നത്. ഈ 1 എന്ന് പറഞ്ഞ വാല്യൂ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നമുക്കൊരു ആൻസർ കിട്ടും. ഇൻഫിനിറ്റി ഒന്നും നമുക്കിവിടെ കിട്ടില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് വാല്യൂ നമുക്ക് കൊടുത്തു നോക്കാം. എക്സ് കാണുന്നിടത്ത് 1 എന്ന വാല്യൂ കൊടുക്കാം. അപ്പോൾ എന്താ വരുന്നത്? 1 ക്യൂബ് മൈനസ് 1 സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. അപ്പോൾ 1ൻ്റെ ക്യൂബ് 1 ആണ്, 1ൻ്റെ സ്ക്വയറും 1 ആണ്. സോ 1 മൈനസ് 1 0 വന്നു, 0 പ്ലസ് 1 എന്ത് വന്നു? 1 എന്ന് വന്നു. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു മോഡൽ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 എക്സ് ക്യൂബ് മൈനസ് 2x സ്ക്വയർ പ്ലസ് 4x മൈനസ് 6. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതുപോലെ -1 കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റി ആ ഒരു റേഞ്ചിലേക്കൊന്നും ആൻസർ പോവില്ല. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, കാരണം /0 ഒന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് കൊടുത്ത് നോക്കാം. എക്സ് കാണുന്നിടത്ത് -1 കൊടുക്കുക. സോ -1 ക്യൂബ് മൈനസ് 2 ഇൻറ്റു -1 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു -1 മൈനസ് 6. ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. -1ൻ്റെ ക്യൂബ് എന്താണ്? -1 അല്ലേ. -1ൻ്റെ സ്ക്വയർ എന്താണ്? +1 ആണ്. സോ -2 ഇൻറ്റു 1 എന്ത് വരും? -2 വരും. ഓക്കെ, ഇനി 4 ഇൻറ്റു -1 -4 അല്ലേ. ദെൻ -6. അപ്പോൾ -1 -2 -4 -6. ആൻസർ എന്ത് വരും? -13 എന്ന് വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. നമ്മൾ ഡയറക്റ്റ് വാല്യൂ കൊടുത്ത് ചെയ്താൽ മതി. ഇനി നമുക്ക് എക്സാമ്പിൾ 1ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 1ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. എന്ത് വരും? എക്സ് കാണുന്നിടത്ത് നമ്മൾ കൊടുക്കേണ്ടത് 3 ആണ്. സോ 3 ഇൻറ്റു 3 പ്ലസ് 1 അല്ലേ. സോ 3 ഇൻറ്റു 4 എന്ത് വരും? 12 എന്ന് വരും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇതിനകത്ത് തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 ദെൻ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് x⁻10. ഇതാണ് നമുക്ക് തന്ന അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സ് കാണുന്നിടത്ത് -1 കൊടുത്താൽ മതി. അപ്പോൾ എന്ത് വരും? 1 ആദ്യം ഉണ്ട് അല്ലേ. സോ 1 ആദ്യം എഴുതി, ദെൻ പ്ലസ് എക്സ് അവിടെ എന്ത് കൊടുക്കണം? -1 കൊടുക്കണം. ദെൻ -1 സ്ക്വയർ കൊടുക്കണം. എക്സെട്ര ലാസ്റ്റ് എന്ത് കൊടുക്കണം? -1⁻10 എന്ന് കൊടുക്കണം അല്ലേ. സോ ആദ്യം നമ്മൾ ഈ ഒരു 1 ഇവിടെ എഴുതി അല്ലേ. ദെൻ -1 വരും അല്ലേ. പിന്നെ +1 വരും. പിന്നെ എന്ത് വരും? വീണ്ടും ഒരു -1 വരും അല്ലേ. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് എന്ത് വരും? ⁻10. ഈവൻ നമ്പറാണ്. ഈവൻ ആകുമ്പോൾ എന്ത് വരും? +1 തന്നെ വരിക. 1⁻even എന്താ വരിക? 1 തന്നെയാണ് വരിക അല്ലേ. അപ്പോൾ ഇതെല്ലാം ക്യാൻസലായി പോകും, കാരണം -1 + 1 അല്ലേ. -1 + 1 -1 + 1 അങ്ങനെ പോവല്ലേ ചെയ്യുന്നത്. ലാസ്റ്റ് വീണ്ടും ഒരു +1 എത്തുന്നത്. അപ്പോൾ അതെന്തായി മാറിയിട്ടുണ്ടായിരിക്കും? ഒക്കെ ക്യാൻസലായി പോയിട്ടുണ്ട്. അപ്പോൾ 1 - 0 ആണ് അവിടെ ഉണ്ടാവുക അല്ലേ. ഈ ഒരു 1 മാത്രമല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. സോ അതിൻ്റെ ആൻസർ എന്ത് വരും? 1 എന്ന് വരും. ക്ലിയർ ആയോ? അപ്പോൾ ഈ എക്സാമ്പിളിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ഡയറക്റ്റ് ഇതുപോലെ വാല്യൂസ് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 2ലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ,
ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 100. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കണം, കാരണം ഇത് നേരത്തെ പോലത്തെ ക്വസ്റ്റ്യൻ അല്ല. നമ്മൾ ഈ താഴെ വാല്യൂ കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. താഴെ നമ്മൾ വാല്യൂ എക്സിന് 1 ആണ് കൊടുക്കേണ്ടത് അല്ലേ. സോ 1 + 100 എന്താ വരിക? 101 വരും. അപ്പോൾ ഇതിനകത്ത് പ്രശ്നമില്ല, 0/0 ഫോമിലേക്ക് വരുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് ഡയറക്റ്റ് തന്നെ നമുക്ക് വാല്യൂസ് കൊടുക്കാൻ പറ്റും. സോ 1 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 + 100 എന്ന് കൊടുത്തു. അതായത് 1 + 1 അല്ലേ ബൈ 101. ആൻസർ എന്ത് വരും? 2/101 എന്ന് വരും. ക്ലിയർ ആയോ? സോ അപ്പോൾ അത്ര ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂസ് കൊടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ കേസ് ഈ ഒരു എക്സിൻ്റെ സ്ഥലത്ത് -100 ഒക്കെയാണ് വന്നിരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയുള്ള മറ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ചെറിയ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഡയറക്റ്റ് വാല്യൂ കൊടുക്കുന്നത്. ഇനി നമുക്കിതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് 4x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും 2 സ്ക്വയർ മൈനസ് 4 ആണ് ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ വരിക. 2 സ്ക്വയർ മൈനസ് 4 എന്ന് പറഞ്ഞാൽ എന്താ? 4 - 4 എന്തായി? 0 ആയല്ലേ. അപ്പോൾ ഇത് 0/0 എന്ന് പറഞ്ഞ ഫോമായി മാറി. ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? 0/0 എന്ന് പറഞ്ഞ ഫോമാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ മെത്തേഡിൽ, അതായത് നേരത്തെ പറഞ്ഞ മെത്തേഡിൽ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവില്ല അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ കിടക്കുന്ന ടേം എക്സ് സ്ക്വയർ മൈനസ് 4 ഈ 4 നമുക്കൊരു ക്ലൂ തരുന്നുണ്ട്. 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? 2ൻ്റെ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം അല്ലേ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്? a + b × a - b ആണ് അല്ലേ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്? a + b × a - b. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ത് വരും? എക്സ് + 2 × x - 2 എന്ന് വരും അല്ലേ. അപ്പോൾ ഇനി ഇതിൽ ഈ എക്സ് കാണുന്നിടത്ത് 2 അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ 2 - 2 എന്നുള്ള ആ ഒരു സംഭവം കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടാൻ എളുപ്പമായി. കാരണം ഡിനോമിനേറ്ററിൽ നമുക്ക് ഈ ഒരു സംഭവത്തിനെ ഒഴിവാക്കിയാൽ മതി അല്ലേ. അപ്പോൾ അതിന് നമ്മൾ മുകളിലെ ടേം ഒന്നും കൂടെ നോക്കി നോക്കാം. അപ്പോൾ ന്യൂമറേറ്ററിൽ എല്ലായിടത്തും എക്സ് കോമൺ ആണ്. അപ്പോൾ നമുക്ക് അതിന് എക്സിനെ അങ്ങ് ആദ്യം പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ എക്സ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എക്സ് സ്ക്വയർ ആവും, ഇവിടെ എന്താവും? 4x ആവും, ഇവിടെ എന്താവും? 4 ആവും അല്ലേ. ഡിവൈഡഡ് ബൈ ഇതിനെന്ത് എഴുതാം? എക്സ് + 2 × x - 2 എന്ന് എഴുതാം. ഇനി ഈ കിടക്കുന്ന ടേം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 4x + 4 എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റണം. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പല വഴികളുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ 4ൻ്റെ പകുതിയുടെ സ്ക്വയർ ആണ് ഇവിടെ കിടക്കുന്നത്, അറിയാലോ. അതായത് എക്സ് സ്ക്വയർ മൈനസ് 4x + എന്താണ്? 2 സ്ക്വയർ ആണ് ഈ കിടക്കുന്നത്. അതായത് എക്സ് സ്ക്വയർ മൈനസ് 2 × 2x + 2 സ്ക്വയർ അല്ലേ. അതായത് a സ്ക്വയർ മൈനസ് 2ab + b സ്ക്വയർ ഫോം. അങ്ങനെ പറഞ്ഞാൽ എന്താ? a - b ഹോൾ സ്ക്വയർ ആണ് ഈ കിടക്കുന്നത് അല്ലേ. എൻ്റെ പ്ലേസിൽ എന്താ കിടക്കുന്നത്? എക്സ് ആണ് അല്ലേ. എക്ക് ഈക്വലൻ്റ് എന്താണ് ഇവിടെ? എക്സ് ആണ്. ബിക്ക് ഈക്വൽ എന്താണെന്ന് നോക്കിയേ. ബിക്ക് ഈക്വൽ എന്താ? 2 ആണ് അല്ലേ. സോ ഇതിന് എന്താ എഴുതാം? എക്സ് - 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? എക്സ് - 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ കിടക്കുന്നതിൻ്റെ പകുതിയാണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും? എക്സ് - 2 ഹോൾ സ്ക്വയർ ആയിരിക്കും. ഇനി ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ -b + or -√b² - 4ac എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അതുപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. സോ അതും കൂടെ ജസ്റ്റ് കാണിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി ഇതൊന്ന് കിട്ടുന്നതാണ്. സോ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? -b + or -√b² - 4ac ഡിവൈഡഡ് ബൈ 2a അല്ലേ. ഇതാണ് a, എന്താണ്? 1, bയോ? -4, c 4. സോ -b - 4 + or -√b² - 4ac അല്ലേ ഡിവൈഡഡ് ബൈ 2 × a എത്രയാണ്? 1.
സോ എന്ത് വരും 4 പ്ലസ് ഓർ മൈനസ് 16 എന്ന് വരും അല്ലേ ബൈ 2, അതായത് 4/2. അപ്പോൾ ആൻസർ എന്താ വരുന്നത് 2 ആണ് വരുന്നത്. അപ്പോൾ ആ കിട്ടിയതിന് സൈൻ മാറ്റിയിട്ടാണല്ലോ നമ്മൾ എഴുതുക x-2 ഇൻറ്റു x-2 എന്ന് എഴുതുക, അതായത് x-2 ഹോൾ സ്ക്വയർ. സോ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ആ മുകളിലത്തെ ടേമിന് എന്ത് ചെയ്തു ചേഞ്ച് ചെയ്ത് എഴുതി. സോ എക്സ് ഇൻറ്റു ഇവിടെ എന്ത് വരും x-2 ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ x-2 ഇൻറ്റു x-2 ഡിവൈഡഡ് ബൈ x+2 ഇൻറ്റു x-2. നേരത്തെ പറഞ്ഞ പോലെ ടേംസ് ക്യാൻസൽ ആയാൽ ഇനി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വാല്യൂസ് ഇതിൽ കൊടുത്താൽ മതിയല്ലോ. സോ അപ്പോൾ എന്ത് സംഭവിക്കും 2 ഇൻറ്റു 2 - 2 ഡിവൈഡഡ് ബൈ അല്ലേ 2 ഇൻറ്റു 2 - 2 ഡിവൈഡഡ് ബൈ 2 + 2, അതായത് 2 ഇൻറ്റു 0/4 എന്താ വരുന്നത് 0/4 ആണ്. 0/4 എന്ന് പറഞ്ഞാൽ എന്താ 0 ആണ്. ഓക്കെ ആണല്ലോ. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ 0 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു മോഡലിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ. നമുക്ക് ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ലിമിറ്റ് x ടെൻസ് ടു 2 x² - 4 ഡിവൈഡഡ് ബൈ x³ - 4x² + 4x. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ വ്യത്യാസം എന്താണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ല അല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ പ്രശ്നം വരിക ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ലിമിറ്റ് x ടെൻസ് ടു 2 ഇതിനെന്തെഴുതും x-2 ഇൻറ്റു x² - 4 നമുക്ക് എന്തെഴുതാം x-2 ഇൻറ്റു x+2 എന്നെഴുതാം. താഴെ എഴുതുമ്പോൾ നേരത്തെ എഴുതിയ പോലെ എഴുതുമ്പോൾ x ഇൻറ്റു x-2 ഇൻറ്റു x-2 എന്നല്ലേ നേരത്തെ എഴുതിയപ്പോൾ വന്നത്. സോ ഇത് ക്യാൻസലായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ ഇതിൽ വാല്യൂസ് കൊടുക്കുമ്പോൾ 2+2 ഓക്കെയാണ്. ദെൻ ഇവിടെ എന്ത് വരും 2 ഇൻറ്റു 2 - 2 എന്ന് വരും, അതായത് 4/0 അല്ലേ. 4/0 എന്താ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പഠിച്ച മെത്തേഡ് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ നമുക്കിതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോട്ട് ഡിഫൈൻഡ് ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. പക്ഷെ നമുക്ക് ചില ഇക്വേഷൻസ് ഉപയോഗിച്ച് ഇതുപോലത്തെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അത് ഇനി വരുന്ന എക്സാമ്പിളിൽ നമ്മൾ ചെയ്യും. സോ നമ്മൾ ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ് ലിമിറ്റ് x ടെൻസ് ടു 2 x³ - 2x² ഡിവൈഡഡ് ബൈ x² - 5x + 6. അപ്പോൾ ഇതിനെങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും ഇതിനെ നമുക്ക് മുകളിലെ ടേമിൽ x² കോമൺ അത് പുറത്തേക്ക് എടുക്കാം. ലിമിറ്റ് x ടെൻസ് ടു 2 x² പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉണ്ടാവുക ഒരു എക്സും ഉണ്ടാവും, ഇവിടെ എന്തുണ്ടാവും ഒരു 2 ഉണ്ടാവും അല്ലേ ഡിവൈഡഡ് ബൈ താഴത്തെ ടേമിന് നമ്മൾ മാറ്റി എഴുതണം. അതിന് നേരത്തെ പറഞ്ഞ പോലെ -b ± വെച്ചിട്ട് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ x² - 5x + 6 നമ്മൾ എങ്ങനെ ചെറുതാക്കും നോക്കാം. ഇവിടെ എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ -5 ആണ്, സിയുടെ വാല്യൂ 6 ആണ്. സോ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -b ± √(b² - 4ac ഡിവൈഡഡ് ബൈ 2a. ഇത് വേറെ മെത്തേഡിലും ചെയ്യാം കേട്ടോ. സോ -b എന്ന് പറഞ്ഞാൽ -5 വരും. ദെൻ b² 25 ഇൻറ്റു -4ac 4 ഇൻറ്റു 1 ഇൻറ്റു സി എത്രയാണ് ഇവിടെ 6 അല്ലേ 2a 2 ഇൻറ്റു 1. സോ 5 ± 24 വരും അല്ലേ 6 ഇൻറ്റു 4. സോ √1 വരും ബൈ 2. സോ 5 + 1 6/2 വരും 4/2 വരും. അപ്പോൾ എന്തൊക്കെ ആൻസർ വരിക 3ഉം
പിന്നെ എന്ത് വരും, 2ഉം വരും അല്ലേ. അപ്പോൾ ഈ കിട്ടിയതിൻ്റെ സൈൻ മാറ്റിയിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അതായത് x-2 ഇൻറ്റു x-3 ഇതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റാക്കി എഴുതുമ്പോൾ വരുന്നത്. സോ ഇവിടെ താഴെ നമ്മളങ്ങനെ മാറ്റുകയാണ് x-2 ഇൻറ്റു x-3. പിന്നെ ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ഈ മുകളിൽ x-2 താഴെ ഒരു x-2 നമുക്ക് എന്തായാലും ക്യാൻസലായി പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും ഒന്ന് x-2 ആയിരിക്കും. അപ്പോൾ 2 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേത് 6 കിട്ടാൻ ഏതാ സംഖ്യ വേണ്ടത് നോക്കിയാൽ മതി. -2 ഇൻറ്റു -3 അല്ലേ +6 വരുന്നത്. അത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -5 കിട്ടുമല്ലോ. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ദെൻ ഇത് ക്യാൻസൽ ചെയ്തു. ഇനി വാല്യൂസ് കൊടുക്കുക. 2² ബൈ 2 - 3 അതായത് 4/-1 മൈനസ് ഇടാൻ മറക്കരുത്. -4 ആണ് എന്ത് വരിക, ഇതിൻ്റെ ആൻസർ വരിക. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് x tends to 1 x-2 divided by x² minus x minus 1 by x³ minus 3x² plus 2x. ഇതിൽ നമ്മളിതിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതിയാൽ മതി. എങ്ങനെ റീറൈറ്റ് ചെയ്ത് എഴുതാം? ഈ ഒരു ടേമിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എക്സിനെ പുറത്തേക്ക് എടുക്കാം, ഈ ഒരു ടേമിൽ നിന്നും എക്സിനെ പുറത്തേക്ക് എടുക്കാം അല്ലേ. സോ ലിമിറ്റ് x tends to 1 x-2 divided by x into x-1 വരും ഇവിടെ. താഴെ അതുപോലെ മാറ്റുമ്പോൾ കോമൺ ടേം എക്സ് തന്നെയാണ്. മാറ്റിക്കഴിഞ്ഞാൽ എന്ത് വരും, x² മൈനസ് 3x പ്ലസ് 2 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇനി ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. x² മൈനസ് 3x പ്ലസ് 2. അപ്പോൾ ഇതിൻ്റെ മീനിങ് പ്രൊഡക്റ്റ് -b + or - വെച്ചിട്ട് ചെയ്യാം. അല്ലാതെ ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടേണ്ടതും അതുപോലെ സമ്മ് കിട്ടേണ്ടതും കണ്ടുപിടിച്ചാൽ മതി അല്ലേ. സമ്മ് നമുക്ക് കിട്ടേണ്ടത് -3ഉം പ്രൊഡക്റ്റ് എന്താണ് 2ഉമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? ഈ -3ഉം ഈ 2ഉം അല്ലേ. ഈസി ആയിട്ട് കിട്ടുമല്ലോ. -1 ദെൻ -2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അല്ലേ. -1 ഇൻറ്റു -2 എന്ത് വരും, +2 വരും. പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ -3 കിട്ടും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ പ്രൊഡക്റ്റ് ആക്കി എഴുതേണ്ടത്. അതായത് x-1 ഇൻറ്റു x-2 ആണ് ഇതിനെ ചെയ്താൽ വരിക. അല്ലെങ്കിൽ -b + or - വെച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്യാൻ കിട്ടാത്തവർ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ രീതിയിൽ. സോ x-2 ഡിവൈഡഡ് ബൈ x ഇൻറ്റു x-1 മൈനസ് 1 ബൈ x ഇൻറ്റു എന്തെന്ന് എഴുതാം, x-1 ഇൻറ്റു x-2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ. ഇനി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ x ഇൻറ്റു x-1 ഉണ്ട്, ഇവിടെ x ഇൻറ്റു x-1 ഉണ്ട്. പക്ഷേ എന്താണ് ഇല്ലാത്തത്? ഒരു x-2ൻ്റെ കുറവാണുള്ളത് അല്ലേ. ഇത് x-1 ആണ്. സോ ഒരു x-2ൻ്റെ കുറവാണല്ലോ. അപ്പം മുകളിലും താഴെ നമ്മളൊരു x-2 കൂടെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം കറക്റ്റ് ആയല്ലോ. അതായത് ഡിനോമിനേറ്റർ നമുക്കങ്ങ് സെയിം ആക്കാം. അതായത് x-2 ഇവിടെ എന്ത് ചെയ്തു, ഒരു x-2 കൂടെ എന്ത് ചെയ്തു, ഇൻറ്റു ചെയ്ത് കൊടുത്തു. ഇവിടെ അതേപോലെ തന്നെ x ഇൻറ്റു x-1 ഇൻറ്റു x-2 എന്ന് എഴുതി. ഇവിടെ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ആ ടേം അവിടെ ഉണ്ട്. ഇനി ഇതിനെ ഒന്ന് ചെറുതാക്കിയാൽ മതി അല്ല. ഇതൊന്ന് ഉള്ളിലേക്കൊക്കെ ഇൻറ്റു ചെയ്തിടാം. x-2ൻ്റെ x-2 എന്ത് വരും, ഇങ്ങനെ ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്തിടാം. x ഇൻറ്റു x ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്യേണ്ട. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിന് എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. അപ്പം നേരെ ഇങ്ങനെ അങ്ങ് എഴുതി വയ്ക്കാം. x-2 ഇൻറ്റു x-2 മൈനസ് 1 അല്ലേ, ഡിവൈഡഡ് ബൈ x ഇൻറ്റു x-1 ഇൻറ്റു x-2. ഇനി അതിലെ ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്തിട്ട് നമുക്കൊന്ന് ചെറുതാക്കാം. സോ
സോ എക്സ് ഇൻറ്റു എക്സ് എന്താ വരിക എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ ചെയ്താലും മതി എക്സ് സ്ക്വയർ മൈനസ് ഒരു 2x വരും അല്ലേ വീണ്ടും ഒരു -2x വരില്ലേ അപ്പോൾ -4x വരും ദെൻ ഒരു +4ഉം വരുമല്ലോ -2 ഇൻറ്റു -2 ഒരു +4 വരും ദെൻ ഒരു -1ഉം കൂടെ വരും ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് -1 ഇൻറ്റു എക്സ് -2 ഇത്രയും ഓക്കെ ആണല്ലോ ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ -4x + 3 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് -1 ഇൻറ്റു എക്സ് -2 ഇനി ഈ മുകളിലത്തെ ടൈമിന് നമ്മൾ മാറ്റിയാൽ മതി അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 3ഉം സം എന്ന് പറയുന്നത് എന്താണ് -4ഉം ആണ് സോ -1ഉം -3ഉം അല്ലേ വരുന്നത് സോ ഇതിനെ മാറ്റുക ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 അല്ലേ പ്രൊഡക്റ്റും ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് -4ഉം ഇൻറ്റു ചെയ്താൽ -3 അല്ലേ കിട്ടുക സോ ഇതിനെന്ത് എഴുതാം എക്സ് -1 ഇൻറ്റു എക്സ് -3 എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ എന്തായാലും 1 വരും എന്നാലല്ലേ നമുക്ക് താഴെ 0 വരത്തുള്ളൂ താഴത്തെ ടൈം നമ്മൾ അങ്ങനെ തന്നെ എഴുതാം എക്സ് ഇൻറ്റു എക്സ് -1 ഇൻറ്റു എക്സ് -2 ക്യാൻസൽ ചെയ്യാം സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് -3 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് -2 ഇനി വാല്യൂ കൊടുത്താൽ മതി എക്സ് കാണുന്നിടത്ത് 1 കൊടുക്കുക സോ 1 - 3 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 1 - 2 അപ്പോൾ താഴെ -1 വരും അല്ലേ മുകളിൽ എന്ത് വരും -2ഉം വരും സോ -2 ബൈ -1 എന്ത് വരും 2 എന്നുള്ള ആൻസറും കിട്ടും ക്ലിയർ ആയോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്